അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ക്രെഡ് ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ക്രെഡ്? ക്രെഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് എന്നാണ്. നമ്മൾ ക്രെഡ് ആപ്ലിക്കേഷൻ ഇങ്ങനെ കേൾക്കലുണ്ട്. പക്ഷെ എന്താണ് ക്രെഡ് എന്ന് അറിയാണ്ട് ക്രെഡ് ആപ്ലിക്കേഷൻസ് ചെയ്തിട്ടൊരു കാര്യമില്ല. ഓക്കെ, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷനിൽ വരുന്ന ഓരോ ഓരോ ഓപ്പറേഷൻസ് ആണെന്ത് ഈ ക്രിയേറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ളതാണ് ക്രെഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഏതൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും, അത് ആമസോൺ എടുത്ത് നോക്കുകയാണെങ്കിലും, അങ്ങനെ ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും, ഏത് വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും, വെബ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെന്തുണ്ടാവും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അപ്ഡേഷൻ, നമുക്കിപ്പോൾ യൂസറിനെ അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഓരോന്നും നമുക്ക് നോക്കാം. ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാം, പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാം. സപ്പോസ് നമുക്ക് ഒരു യൂസർ മാനേജ്മെന്റ് ഉണ്ടെന്ന് വെച്ചോ. യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫോമിൽ കുറച്ച് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനാണ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ച യൂസേഴ്സിനെ റീഡ് ചെയ്യാം. ഓക്കെ, എടുത്ത് കൊണ്ടുവരിക, എന്നിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അതിനാണ് റീഡ് എന്ന് പറയുന്നത്. ഇനി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച യൂസറിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തുക. നമുക്കിപ്പോൾ ഒരു യൂസർ ഉണ്ട്, അവർ ഏജ് 42 ആണ്, അത് നമുക്ക് നേരെ 52 ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് അപ്ഡേറ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഡിലീറ്റ്, എന്തെങ്കിലും ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇത് 4 കൂടിയിട്ടാണ് ക്രെഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇനിയുള്ള വീഡിയോസിലെല്ലാത്തിലും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്രെഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡാറ്റന്റെ പ്രോസസ്സുകളാണ് എന്താ പറയുക, ക്രെഡ് ആപ്ലിക്കേഷൻ. ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ വെബ്സൈറ്റിലും അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻസിലും ഈ ക്രെഡ് ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആമസോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു സെല്ലർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും, ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അതിന് പ്രൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ക്രെഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതേ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാ ബേസസിൽ നമുക്ക് ക്രിയേറ്റും, റീഡും, അപ്ഡേറ്റും, ഡിലീറ്റും ഉണ്ട്. അതിന് മെയിൻലി യൂസ് ചെയ്യുന്നതാണ്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അതിന് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗെറ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, HTTP മെത്തേഡ്സ് ആണ് കേട്ടോ അതൊക്കെ. ഇത് വിളിച്ചാലാണ് നമുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗെറ്റ് എന്ന് പറഞ്ഞ ഒരു HTTP മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ പറ്റും. പോസ്റ്റും അതുപോലെ തന്നെ പുട്ടും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിലീറ്റ് എന്ന് പറഞ്ഞുണ്ട്, ഡിലീറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഓരോന്നും പഠിക്കാം. നമുക്കൊരു ക്രെഡ് ആപ്ലിക്കേഷൻ മൊത്തം നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ.